ലേവ്യ പുസ്തകം അധ്യായം 20. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിൽ ഒന്നിനെ മോലെക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. അവൻ തൻ്റെ സന്തതിയെ മോലെക്കിന് കൊടുത്തതിനാൽ എൻ്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കുകയും എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. അവൻ തൻ്റെ സന്തതിയെ മോലെക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ച് കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലെക്കിനോട് പരസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവൻ്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പീൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പീൻ. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയെയും ശപിച്ചു, അവൻ്റെ രക്തം അവൻ്റെ മേൽ ഇരിക്കും. ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരുത്തൻ മരുമകളോട് കൂടെ ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവർ നികൃഷ്ട കർമ്മം ചെയ്തു, അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. സ്ത്രീയോട് കൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോട് കൂടെ ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു, അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ദുഷ്കർമ്മം. നിങ്ങളുടെ ഇടയിൽ ദുഷ്കർമ്മം ഇല്ലാതിരിക്കേണ്ടതിന് അവനെയും അവരെയും തീയിലിട്ട് ചുട്ടുകളയണം. ഒരു പുരുഷൻ മൃഗത്തോടു കൂടെ ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് ശയിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ഒരു പുരുഷൻ തൻ്റെ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ തൻ്റെ സഹോദരിയെ പരിഗ്രഹിച്ച് അവളുടെ നഗ്നത കാണുകയും അവൾ അവൻ്റെ നഗ്നത കാണുകയും ചെയ്താൽ അത് ലജ്ജാകരം. അവരെ അവരുടെ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് തന്നെ സംഹരിച്ചു കളയണം. അവൻ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവൻ തൻ്റെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഋതുവായ സ്ത്രീയോട് കൂടെ ശയിച്ച് അവളുടെ നഗ്നത അനാവൃതമാക്കിയാൽ അവൻ അവളുടെ സ്രവം അനാവൃതമാക്കി അവളും തൻ്റെ രക്തസ്രവം അനാവൃതമാക്കി ഇരുവരെയും അവരുടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. നിന്റെ അമ്മയുടെ സഹോദരിയുടെയോ അപ്പൻ്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. അങ്ങനത്തവൻ തൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയെ അനാവൃത ആക്കുന്നുവല്ലോ, അവർ തങ്ങളുടെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഇളയപ്പൻ്റെ ഭാര്യയോട് കൂടെ ശയിച്ചാൽ അവൻ ഇളയപ്പൻ്റെ നഗ്നത അനാവൃതമാക്കി അവർ തങ്ങളുടെ പാപം വഹിക്കും. അവർ സന്തതിയില്ലാത്തവരായി മരിക്കണം. ഒരുത്തൻ സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചാൽ അത് മാലിന്യം. അവൻ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കി അവർ സന്തതിയില്ലാത്തവർ ആയിരിക്കണം. ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ചാചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെ ഒക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വെക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെക്കൊണ്ടും പക്ഷിയെക്കൊണ്ടും നിലത്ത് ഇഴയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്.
നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞ് കൊല്ലേണം. അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. അധ്യായം 21. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടതെന്തെന്നാൽ, പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുവൻ്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത്. എന്നാൽ തൻ്റെ അമ്മ, അപ്പൻ, മകൻ, മകൾ, സഹോദരൻ, തനിക്കടുത്തവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവന് മലിനനാകാം. അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കയാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത്. അവർ തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്രിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത്. തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു. ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം. വേശ്യയെയോ ദുർനടപ്പുകാരത്തിയെയോ അവർ വിവാഹം കഴിക്കരുത്. ഭർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞവളെയും വിവാഹം കഴിക്കരുത്. അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു. അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായ ഞാൻ വിശുദ്ധനാകുന്നു. പുരോഹിതൻ്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധയാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നു. അവളെ തീയിലിട്ട് ചുട്ടുകളയണം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറുക്കുകയും വസ്ത്രം കീറുകയും അരുത്. അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തൻ്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അശുദ്ധമാക്കരുത്. ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. പുരോഹിതനായ അഹരോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത്. അവൻ അംഗഹീനൻ. അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്ത് വരരുത്. തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ പരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം. എങ്കിലും തിരശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തിങ്കൽ അടുത്തു വരികയും അരുത്. അവൻ അംഗഹീനനല്ലോ. അവൻ എൻ്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. മോശ ഇത് അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞു. അധ്യായം 22. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരോനും അവൻ്റെ പുത്രന്മാരും സൂക്ഷിച്ച് നിൽക്കണമെന്നും എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം. ഞാൻ യഹോവ ആകുന്നു. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോടടുത്താൽ അവനെ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയണം. ഞാൻ യഹോവ ആകുന്നു. അഹരോന്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ല സ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്ഖലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെ എങ്കിലും വല്ല അശുദ്ധിയും ഉണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെ എങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ടു തീണ്ടിയവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം.
അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും. പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം. അതവൻ്റെ ആഹാരമല്ലോ. താനെ ചത്തതിനെയും പറിച്ചു കീറിപ്പോയതിനെയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവ ആകുന്നു. ആകയാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ അടുക്കൽ വന്നു പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ ഒരുത്തനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം. ഇവർക്ക് അവൻ്റെ ആഹാരം ഭക്ഷിക്കാം. പുരോഹിതൻ്റെ മകൾ അന്യകുടുംബക്കാരന് ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പൻ്റെ വീട്ടിലേക്ക് തൻ്റെ ബാല്യത്തിലെന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്ക് അപ്പൻ്റെ ആഹാരം ഭക്ഷിക്കാം. എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. ഒരുത്തൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ വിശുദ്ധ സാധനം 1/5 കൂട്ടി പുരോഹിതന് കൊടുക്കണം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത്. അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്യത്തിൻ്റെ കുറ്റം വരുത്തരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹത്തിലോ ഇസ്രായേലിലുള്ള പരദേശികളിലോ ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാഗമായിട്ടർപ്പിക്കുന്ന വല്ല നേർച്ചകളാകട്ടെ സ്വമേധ ദാനങ്ങളാകട്ടെ ഇവയിൽ ഏതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുത്തൻ നേർച്ച നിവർത്തിക്കായിട്ടോ സ്വമേധ ദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം. അതിനൊരു കുറവും ഉണ്ടായിരിക്കരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായിട്ട് അർപ്പിക്കാം. എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകയില്ല. വരി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത്. അന്യൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത്. അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം. അന്ന് തന്നെ അതിനെ തിന്നേണം. രാവിലെ വരെ അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. ഞാൻ യഹോവയാകുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാചരിക്കണം. ഞാൻ യഹോവ ആകുന്നു. എൻ്റെ വിശുദ്ധനാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവ ആകുന്നു. അധ്യായം 23. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബ്ബത്ത്. അന്ന് ഒരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബ്ബത്താകുന്നു. അതത് കാലത്ത് വിശുദ്ധ സഭായോഗം
വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആവിത്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകേണം. സാമാന്യവേല യാതൊന്നും ചെയ്യരുത്. നിങ്ങൾ 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം. അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യരുത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ അർപ്പിക്കണം. അതിൻ്റെ ഭോജനയാഗം എണ്ണ ചേർത്ത 2 ഇടങ്ങഴി നേരിയ മാവ് ആയിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗം. അതിൻ്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞ് ആയിരിക്കണം. നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബ്ബത്ത് തികയണം. 7-ാമത്തെ ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരേണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ചു ചുട്ടതും ആയിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പത്തോടു കൂടെ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്ടിൻ കുട്ടിയെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടിനെയും അർപ്പിക്കണം. അവയും അവയുടെ ഭോജനയാഗവും പാനീയയാഗവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായിരിക്കണം. 1 കോലാട്ടുകൊറ്റനെ പാപയാഗമായും 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടിയെ സമാധാനയാഗമായും അർപ്പിക്കണം. പുരോഹിതൻ അവയെ ആദ്യ വിളവിൻ്റെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവ പുരോഹിതന് വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അന്ന് തന്നെ നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യരുത്. ഇത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായി നിങ്ങൾക്കെന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. നിങ്ങളുടെ നിലത്തിലെ വിളവ് എടുക്കുമ്പോൾ വയലിൻ്റെ അരികെ തീർത്ത് കൊയ്യരുത്. കാല പെറുക്കുകയുമരുത്. അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം. അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യാതെ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത്. അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം. അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും. യാതൊരു വേലയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബ്ബത്ത്. അന്നു നിങ്ങൾ ആത്മതപനം ചെയ്യണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാൾ ആകുന്നു. 1-ാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗം ഉണ്ടാകേണം. അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകേണം. യഹോവയ്ക്ക് ദഹനയാഗവും അർപ്പിക്കണം. അന്ന് അന്ത്യസഭായോഗം. സാമാന്യവേല യാതൊന്നും ചെയ്യരുത്. യഹോവയുടെ ശബ്ബത്തുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്ന സകല സ്വമേധ ദാനങ്ങളും കൂടാതെ അതത് ദിവസത്തിൽ യഹോവയ്ക്ക് ദഹനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാനീയയാഗവും അർപ്പിക്കേണ്ടതിന് വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ഇവ തന്നെ. ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത, 8-ാം ദിവസം വിശുദ്ധ സ്വസ്ഥത. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റിലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. സംവത്സരം തോറും 7 ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം. 7-ാം മാസത്തിൽ അത് ആചരിക്കണം. ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രയേലിലെ സ്വദേശികൾ ഒക്കെയും കൂടാരങ്ങളിൽ പാർക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. അങ്ങനെ മോശ യഹോവയുടെ ഉത്സവങ്ങളെ ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. അധ്യായം 24. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വയ്ക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വയ്ക്കണം. നീ നേരിയ മാവെടുത്ത് അതുകൊണ്ട് 12 ദോശ ചുടയണം. ഓരോ ദോശ 2 ഇടങ്ങഴി മാവ് കൊണ്ട് ആയിരിക്കണം. അവയെ യഹോവയുടെ സന്നിധിയിൽ തങ്ക മേശമേൽ 2 അടുക്കായിട്ട് ഓരോ അടുക്കിൽ 6 വീതം വെക്കണം. ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തിരിക്കം വെക്കണം. അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹനയാഗമായിരിക്കണം. അവനത് നിത്യനിയമമായിട്ട് ഇസ്രായേൽ മക്കളോട് വാങ്ങി ശബ്ബത്ത് തോറും യഹോവയുടെ സന്നിധിയിൽ നിരന്തരമായി അടുക്കി വയ്ക്കണം. അത് അഹരോനും പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം. അവർ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നേണം. അത് അവന് ശാശ്വത അവകാശമായി യഹോവയുടെ ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധമാകുന്നു. അനന്തരം ഒരു ഇസ്രയേലി സ്ത്രീയുടെയും ഒരു മിസ്രയീമിൻ്റെയും മകനായ ഒരുത്തൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ പുറപ്പെട്ട് ഇസ്രയേലിയ സ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രായേലിനും തമ്മിൽ പാളയത്തിൽ വെച്ച് ശണ്ഠയിട്ട് ഇസ്രയേലിയ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ച് ശപിച്ചു. അതുകൊണ്ട് അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ അമ്മയ്ക്ക് ശെലോമീത്ത് എന്നു പേർ. അവൾ ദാൻ ഗോത്രത്തിൽ ദിബ്രി എന്നൊരുവൻ്റെ മകളായിരുന്നു. യഹോവയുടെ അരുളപ്പാട് കിട്ടേണ്ടതിന് അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ശപിച്ചവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോക. കേട്ടവർ എല്ലാവരും അവൻ്റെ തലയിൽ കൈവച്ച ശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, ആരെങ്കിലും തൻ്റെ ദൈവത്തെ ശപിച്ചാൽ അവൻ തൻ്റെ പാപം വഹിക്കും. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊക്കെയും അവനെ കല്ലെറിയണം. പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ മൃഗത്തിന് പകരം മൃഗത്തെ കൊടുക്കണം.
ഒരുത്തൻ കൂട്ടുകാരന് കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം. ഒടിവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇങ്ങനെ അവൻ മറ്റേവന് കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തേണം. മൃഗത്തെ കൊല്ലുന്നവൻ അതിനു പകരം കൊടുക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. നിങ്ങൾക്ക് പരദേശിക്കും സ്വദേശിക്കും ഒരു പ്രമാണം തന്നെ ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ദുഷിച്ചവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. അധ്യായം 25. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്: നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബ്ബത്തായിരിക്കണം. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. അവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബ്ബത്തായ യഹോവയുടെ ശബ്ബത്ത് ആയിരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. നിന്റെ കൊയ്ത്തിൻ്റെ പടുവിളവ് കൊയ്യുകയും വള്ളിത്തല മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയും അരുത്. അത് ദേശത്തിന് ശബ്ബത്താണ്ടാകുന്നു. ദേശത്തിൻ്റെ ശബ്ബത്തിൽ താനെ വിളയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കണം. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോട് കൂടെ പാർക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലിക്കും കാട്ടുമൃഗത്തിനും അതിൻ്റെ അനുഭവമൊക്കെയും ആഹാരമായിരിക്കണം. പിന്നെ 7 ശബ്ബത്താണ്ടായ 7 സംവത്സരം എണ്ണണം. അങ്ങനെ 7 ശബ്ബത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താൻ്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിളവ് കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. അത് യോബേൽ സംവത്സരമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ആ ആണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് തന്നെ എടുത്തു തിന്നേണം. ഇങ്ങനെയുള്ള യോബേൽ സംവത്സരത്തിൽ നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. കൂട്ടുകാരന് എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. യോബേൽ സംവത്സരത്തിൻ്റെ പിമ്പുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം നിന്റെ കൂട്ടുകാരനോട് വാങ്ങണം. അനുഭവമുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കണം. സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തേണം. സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തേണം. അനുഭവത്തിൻ്റെ കാലസംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു. ആകയാൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടേണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഭൂമി അതിൻ്റെ ഫലം തരും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്തു ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഞാൻ 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യും. 8-ാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കുകയും 9-ാം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപജീവിക്കുകയും വേണം. അതിൻ്റെ അനുഭവം വരും വരെ പഴയതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളേണം. നിലം ജന്മം വിൽക്കരുത്. ദേശം എനിക്കുള്ളതാകുന്നു. നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്ന് പാർക്കുന്നവരും അത്രേ. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ
അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളേണം. എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവന് ആരും ഇല്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവൻ അത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്കുകൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരുന്ന ആൾക്ക് മടക്കിക്കൊടുത്ത് തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരേണം. എന്നാൽ മടക്കിക്കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയ യോബേൽ സംവത്സരം വരെ വാങ്ങിയവൻ്റെ കയ്യിലിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. ഒരുത്തൻ മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം ഒരു സംവത്സരത്തിനകം അവന് അത് വീണ്ടുകൊള്ളാം. വീണ്ടുകൊള്ളുവാൻ ഒരു സംവത്സരത്തെ അവധിയുണ്ട്. ഒരു സംവത്സരം മുഴുവനും തികയുവോളം വീണ്ടുകൊണ്ടില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് വാങ്ങിയവന് തലമുറ തലമുറയായി എന്നും സ്ഥിരമായിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട. മതിലില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകളോ ദേശത്തുള്ള നിലത്തിന് സമമായി വിചാരിക്കണം. അവയ്ക്ക് വീണ്ടെടുപ്പുണ്ട്. യോബേൽ സംവത്സരത്തിൽ അവയെ ഒഴിഞ്ഞു കൊടുക്കണം. എന്നാൽ ലേവ്യരുടെ പട്ടണങ്ങളും അവരുടെ അവകാശമായ പട്ടണങ്ങളിലെ വീടുകളും ലേവ്യർക്ക് എപ്പോഴെങ്കിലും വീണ്ടുകൊള്ളാം. ലേവ്യരിൽ ഒരുത്തൻ വീണ്ടുകൊള്ളുന്നു എങ്കിൽ വിറ്റുപോയ വീടും അവൻ്റെ അവകാശമായ പട്ടണവും യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം. ലേവ്യരുടെ പട്ടണങ്ങളിലെ വീടുകൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്കുള്ള അവകാശമല്ലോ. എന്നാൽ അവരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന പുൽപ്പുറമായ ഭൂമി വിൽക്കരുത്. അത് അവർക്ക് ശാശ്വതാവകാശമാകുന്നു. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങേണം. അന്യനും പരദേശിയും എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കണം. അവനോട് പലിശയും ലാഭവും വാങ്ങരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടേണം. നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ പാർക്കണം. നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ആഹാരം അവന് ലാഭത്തിനായി കൊടുക്കുകയും അരുത്. ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കാനും നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്നെത്താൻ നിനക്ക് വിറ്റാൽ അവനെക്കൊണ്ട് അടിമവേല ചെയ്യിക്കരുത്. കൂലിക്കാരൻ എന്ന പോലെയും വന്നു പാർക്കുന്നവൻ എന്ന പോലെയും അവൻ നിന്റെ അടുക്കൽ ഇരുന്ന് യോബേൽ സംവത്സരം വരെ നിന്നെ സേവിക്കണം. പിന്നെ അവൻ തൻ്റെ മക്കളുമായി നിന്നെ വിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. തൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകണം. അവർ മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ ആകൊണ്ട് അവരെ അടിമകളായി വിൽക്കരുത്. അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടേണം. നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ആയിരിക്കണം. അവരിൽ നിന്ന് അടിയാരെയും അടിയാട്ടികളെയും കൊള്ളണം. അവണ്ണം നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്നും അവർ നിങ്ങളുടെ ദേശത്ത് ജനിപ്പിച്ചവരും നിങ്ങളോട് കൂടെ ഇരിക്കുന്നവനുമായ അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങണം. അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം. നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും അവകാശമായിരിക്കേണ്ടതിന് നിങ്ങൾ അവരെ അവകാശമാക്കിക്കൊള്ളണം. അവർ എന്നും നിങ്ങൾക്ക് അടിമകളായിരിക്കണം. ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരോടോ നിങ്ങൾ കാഠിന്യം പ്രവർത്തിക്കരുത്. നിന്നോട് കൂടെയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകുകയും അവൻ്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യൻ്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവൻ്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവൻ്റെ പിതൃവ്യൻ്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തൻ അവനെ വീണ്ടെടുക്കാം. അവന് പ്രാപ്തിയുണ്ടെങ്കിൽ തന്നെത്താൻ വീണ്ടെടുക്കാം. അവൻ തന്നെ വിറ്റ സംവത്സരം മുതൽ യോബേൽ സംവത്സരം വരെയുള്ള കാലക്കണക്ക് തന്നെ വാങ്ങിയവനുമായി കൂട്ടി നോക്കണം. അവൻ്റെ വില സംവത്സര സംഖ്യയ്ക്കൊത്തവണ്ണം ആയിരിക്കണം. അവൻ ഒരു കൂലിക്കാരൻ്റെ കാലത്തിനൊത്തവണ്ണം അവൻ്റെ അടുക്കൽ പാർക്കണം. സംവത്സരം ഏറെയുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം അവൻ തൻ്റെ വീണ്ടെടുപ്പ് വില തനിക്ക് കിട്ടിയ പണത്തിൽ നിന്ന് മടക്കി കൊടുക്കണം.
യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരം കുറേ മാത്രമെങ്കിൽ അവനുമായി കണക്ക് കൂട്ടി സംവത്സരങ്ങൾക്കൊത്തവണ്ണം തൻ്റെ വീണ്ടെടുപ്പ് വില മടക്കി കൊടുക്കണം. അവൻ ആണ്ടോടാണ്ട് കൂലിക്കാരൻ എന്ന പോലെ അവൻ്റെ അടുക്കൽ ഇരിക്കണം. നീ കാണുക, അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. ഇങ്ങനെ അവൻ വീണ്ടെടുക്കപ്പെടാതെ ഇരുന്നാൽ അവനും അവനോട് കൂടെ അവൻ്റെ മക്കളും യോബേൽ സംവത്സരത്തിൽ പുറപ്പെട്ടു പോകണം. ഇസ്രായേൽ മക്കൾ എനിക്ക് ദാസന്മാർ ആകുന്നു. അവർ മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അധ്യായം 26. വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ശബ്ബത്തുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണം. ഞാൻ യഹോവ ആകുന്നു. എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും. നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ നിൽക്കും, മുന്തിരിപ്പഴം പറിക്കുന്നത് വിതകാലം വരെയും നിൽക്കും. നിങ്ങൾ തൃപ്തരായി അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും. ഞാൻ ദേശത്ത് സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും, വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കുകയുമില്ല. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും, അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും, നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിൻ്റെ നിമിത്തം പഴയത് പുറത്ത് ഇറക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും ആയിരിക്കും. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. കണ്ണിനെ മങ്ങിക്കുന്നവനും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും, ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. നിങ്ങളെ ദ്വേഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും, ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും. ഇതെല്ലാമായിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഞാൻ നിങ്ങളുടെ ബലത്തിൻ്റെ പ്രതാപം കെടുക്കും. നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും. നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും. നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെയും ഇരിക്കും. നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും. ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം 7 മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും. എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയക്കുകയും നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പമെന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും. നിങ്ങൾ ഭക്ഷിച്ചിട്ട് തൃപ്തരാകയില്ല. ഇതെല്ലാമായിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ
എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും, നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യ വിഗ്രഹങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ ശവം നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഉടലിന്മേൽ ഇട്ടുകളയുകയും എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളെ പാഴ്നിലവും നിങ്ങളുടെ വിശുദ്ധ മന്ദിരങ്ങളെ ശൂന്യവുമാക്കും. നിങ്ങളുടെ സൗരഭ്യവാസന ഞാൻ മണക്കുകയില്ല. ഞാൻ ദേശത്തെ ശൂന്യമാക്കും. അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിങ്കൽ ആശ്ചര്യപ്പെടും. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാൾ ഊരും. നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായും കിടക്കും. അങ്ങനെ ദേശം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ശത്രുക്കളുടെ ദേശത്തിരിക്കുകയും ചെയ്യുന്ന നാളൊക്കെയും അത് തൻ്റെ ശബ്ബത്തുകൾ അനുഭവിക്കും. അപ്പോൾ ദേശം സ്വസ്ഥമായി കിടന്ന് തൻ്റെ ശബ്ബത്തുകൾ അനുഭവിക്കും. നിങ്ങൾ അവിടെ പാർത്തിരുന്നപ്പോൾ നിങ്ങളുടെ ശബ്ബത്തുകളിൽ അതിന് അനുഭവമാകാതിരുന്ന സ്വസ്ഥത അത് ശൂന്യമായി കിടക്കുന്ന നാളൊക്കെയും അനുഭവിക്കും. ശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് ഭീരുത്വം വരുത്തും. ഇലപറക്കുന്ന ശബ്ദം കേട്ടിട്ട് അവർ ഓടും. വാളിൻ്റെ മുമ്പിൽ നിന്ന് ഓടുന്നത് പോലെ അവർ ഓടും. ആരും ഓടിക്കാതെ അവർ ഓടി വീഴും. ആരും ഓടിക്കാതെ അവർ വാളിൻ്റെ മുമ്പിൽ നിന്നെന്ന പോലെ ഓടി ഒരുത്തൻ്റെ മേൽ ഒരുത്തൻ വീഴും. ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. നിങ്ങൾ ജാതികളുടെ ഇടയിൽ നശിക്കും. ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും. നിങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവർ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് തങ്ങളുടെ അകൃത്യങ്ങളാൽ ക്ഷയിച്ചു പോകും. തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളാലും അവർ അവരോട് കൂടെ ക്ഷയിച്ചു പോകും. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും. ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും. ദേശത്തെയും ഞാൻ ഓർക്കും. അവർ ദേശം വിട്ടുപോയിട്ട് അവരില്ലാതെ അത് ശൂന്യമായി കിടന്നു തൻ്റെ ശബ്ബത്തുകൾ അനുഭവിക്കും. അവർ എൻ്റെ വിധികളെ ധിക്കരിക്കുകയും അവർക്ക് എൻ്റെ ചട്ടങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്തതുകൊണ്ട് അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കും. എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, അവരെ വെറുക്കുകയുമില്ല. ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുക മിസ്രയീം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. ഞാൻ യഹോവയാകുന്നു. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് തനിക്കും ഇസ്രായേൽ മക്കൾക്കും തമ്മിൽ മോശെ മുഖാന്തരം വെച്ചിട്ടുള്ള ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും ഇവ തന്നെ.